Hello dear students. Today we are going to discuss about 555 timer IC. Okay. നമ്മൾ ഓൾറെഡി ഒരു ഐ സി പഠിച്ചിട്ടുണ്ട്. ഏത് ഐ സി ആയിരുന്നു? 741 ഐ സി ആയിരുന്നു അല്ലെ? 741 ഐ സി, അതായത് അത് ഒപ്പാം ആയിരുന്നു അല്ലെ? ഒപ്പാം, ഇറ്റ് ഈസ് എൻ ഒപ്പാം, ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐ സി ആണ് 555. 555 is a timer IC. 555 is a timer IC. 555 consists of 5 kilo ohm resistors. 3 resistors ഉണ്ടാവും. 5 kilo ohm resistors ഉണ്ടാവും. 555 ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ 741 യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓസിലേഷൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, വേവ് ഫോം ജനറേഷൻ വേണ്ടി യൂസ് ചെയ്യാം, ടൈമർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ടൈം ഡിലേ, ടൈമർ എന്ന് വെച്ചാൽ ഡിലേസ് യൂസ് ചെയ്യാനായിട്ട്, ഡിലേസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ 555 നമുക്ക് യൂസ് ചെയ്യാം. 555 സിമിലർ ടു 741, 444 ഈസ് ഓൾസോ എ 8-pin IC. 555 ഒരു 8-pin IC തന്നെയാണ്. These are the 8 pins. First one ground, trigger, output, reset, control voltage, threshold, discharge and VCC. These are the 8 pins. Ground ഉണ്ട്, trigger ഉണ്ട്. Trigger ആണ് നമ്മുടെ input. Input എന്ന് പറയുന്നത് trigger ആണ്. Okay. Trigger is our input terminal and 2 is our input terminal and 3 is our output terminal. And discharging capacity വേണ്ടിയിട്ടാണ് 7. Then threshold value set ചെയ്യാനാണ് 6. Control voltage വേണ്ടിയിട്ട് 5 ഉണ്ട്. Then reset terminal ഉണ്ട്. Reset terminal ഉണ്ട്. അതായത് മൊത്തത്തിലുള്ള ഇത് നമുക്ക് മൊത്തം മാറ്റാനാണ് നമുക്ക് reset terminal യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ടെർമിനൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വോൾട്ടേജസും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രിഗർ ടെർമിനൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ട്രിഗർ, അവിടെ നമ്മൾ 555 ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഒരു 2 കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2 കമ്പാരേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ കമ്പാരേറ്ററിലോട്ട് നമുക്ക് ഈ ട്രിഗർ ടെർമിനൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ കമ്പാരേറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കമ്പാരേറ്റർ എന്താ ചെയ്യുന്നത്? കമ്പാരേറ്റർ വിൽ കമ്പയർസ് ദീസ് 2 ഇൻപുട്സ്. 2 ഇൻപുട്സ് നമ്മൾ കമ്പയർ ചെയ്യാനാണ് കമ്പാരേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രിഗറിന്റെ ഒരു ഇൻപുട്ടിനെയും അത് എന്ത് ചെയ്യും? അത് കമ്പയർ ചെയ്യും. ഓക്കെ. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ, ട്രിഗർ ആണ് കൂടുതലെങ്കിൽ then it will എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റിനെ റീസെറ്റ് ആക്കും. അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചില കേസിൽ നമ്മൾ ട്രിഗർ നമ്മൾ യൂസ് ചെയ്യില്ല, അതായത് സെക്കൻഡ് പിൻ നമ്മൾ യൂസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളത് VCCയിലോട്ട് കണക്ട് ചെയ്യും. then ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് വെച്ചാൽ വി ആർ അപ്ലൈയിങ് ഔട്ട്പുട്ട് നമ്മൾ ചെയ്യുന്നത്. then the load is between the load connected between pin 3 is and pin supply pin. Supply pin ലോട്ടും നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സപ്ലൈ പിന്നും ഇതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫോർത്ത് പിൻ ഈസ് റീസെറ്റ്. റീസെറ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ളതിനെ നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട്, ഒന്നും കൂടി ആദ്യം മുതലാക്കാനാണ് നമ്മൾ റീസെറ്റ് പിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ വോൾട്ടേജ് ഉണ്ട്. ഇത് കൺട്രോൾ വോൾട്ടേജ് ട്രിഗർ ലെവലൊക്കെ, ത്രെഷോൾഡ് ലെവലും ട്രിഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ വോൾട്ടേജ് ആണ്. അപ്പൊ അതൊന്നും നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മളൊരു കപ്പാസിറ്റർ മാത്രമേ, ഒരു 0.1 mF ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്താണ് എപ്പോഴും നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, 0.1 mF കപ്പാസിറ്റർ. then there was a threshold ടെർമിനൽ. ത്രെഷോൾഡ് ടെർമിനൽ എന്ന് വെച്ചാൽ നമ്മളവിടെ ത്രെഷോൾഡും ഇതേപോലെ കമ്പാരേറ്ററിലോട്ട് കൊടുക്കുന്നതാണ്. കമ്പാരേറ്ററിന്റെ ഒരു ഇൻപുട്ട് ആണ് ത്രെഷോൾഡ് ടെർമിനൽ. ട്രിഗറും ഉണ്ട്, അതേപോലെ ത്രെഷോൾഡും ഉണ്ട്. അപ്പൊ അവിടെ നിന്നാല് അവിടെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളിനി 555ന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ പറയും. ഓക്കെ. അപ്പൊ അവിടെ ത്രെഷോൾഡ് ലെവല് മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ സെറ്റ് റീസെറ്റ്, അതായത് ഇതിന്റെ ഉള്ളിൽ ഈ 555 ടൈമറിന്റെ ഉള്ളിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ 1 bit സ്റ്റോറിങ് എലമെന്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സെറ്റും റീസെറ്റും അതിന്റെ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ത്രെഷോൾഡ് ടെർമിനൽ. ദെൻ ഡിസ്ചാർജ് ടെർമിനൽ ഉണ്ട്. ദെൻ സപ്ലൈ ടെർമിനൽ. This is the internal block diagram of 555 IC. As already said that this 3 capacitors അല്ല 3 resistors അല്ലെ, ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ. ഓക്കെ. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 കമ്പാരേറ്റേഴ്സ് ഉണ്ട്, കമ്പാരേറ്റർ 1 ആൻഡ് കമ്പാരേറ്റർ 2. ആൻഡ് ദിസ് ഇസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ദാറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് നോൺ ആസ് SR ഫ്ലോപ്പ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഡിസ്ചാർജ്, ദെൻ ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കമ്പാരേറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പാരേറ്ററിന്റെ ഇൻപുട്ട് ആണ് ത്രെഷോൾഡ് ലെവൽ.
സെക്കൻഡ് കമ്പാരേറ്റർ ഇൻപുട്ട് ആണ് ട്രിഗർ ലെവൽ. ട്രിഗറിൽ നിന്ന് ഒരു ഇൻപുട്ട് ഒരു കമ്പാരേറ്ററിലോട്ട്, അതേപോലെ ത്രെഷോൾഡിൽ നിന്ന് ഒരു ഇൻപുട്ട് ഒരു അടുത്ത കമ്പാരേറ്ററിലോട്ട്. പിന്നെ കൺട്രോൾ വോൾട്ടേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കൺട്രോൾ വോൾട്ടേജ് 2/3 VCC. അതായത് ഇവിടത്തെ VCC, ഇവിടെ ഈ പിൻ നമ്പർ 8 VCC ഉണ്ട്. ആ VCC ഇവിടെ 1/3 VCC ആണ് വോൾട്ടേജ്, ഇവിടെ 2/3 വോൾട്ടേജ് ആണ് VCC. അപ്പൊ 2/3 വോൾട്ടേജിന് കൂടുതലാണ് ത്രെഷോൾഡ് വാല്യൂ എങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. അതുപോലെ ഇവിടെ ട്രിഗറിന്റെ വാല്യൂ കുറവാണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. അല്ല, 1/3 VCC താഴെയാണെങ്കിൽ, കാരണം ഇത് ട്രിഗർ 1/3 VCC പോസിറ്റീവിലാണ് കിടക്കുന്നത്. അപ്പൊ പോസിറ്റീവിനും ഹയർ ലോ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഈ ഏത് സ്റ്റേറ്റ് ആണോ വരുന്നത് അതിനനുസരിച്ച് മാറി മാറി വരുമ്പോഴാണ് ഇതിന്റെ ഈ SR ഫ്ലോപ്പിന്റെ ഇത് ഫങ്ഷനിങ് ആവുന്നത്. ഓക്കെ, അപ്പൊ SR ഫ്ലോപ്പിന് ട്രൂത്ത് ടേബിൾ ഉണ്ട്. 3 വോൾട്ടേജ് ഡിവൈഡിങ് സർക്യൂട്ട് ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ ഈ പോയിന്റിൽ വരുന്നത്, ഈ പോയിന്റിൽ 2/3 VCCയും ഈ പോയിന്റിൽ 1/3 P എന്നുള്ള പോയിന്റിൽ 1/3 VCC ആണ് വരിക. അപ്പൊ റെസിസ്റ്റിംഗ് യൂണിറ്റ് കമ്പാരേറ്റർ സർക്യൂട്ട് ഉണ്ട്, 2 കമ്പാരേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ത്രെഷോൾഡ് വാല്യൂ റെഫറൻസ് വാല്യൂന്റെ ഹൈ ആണെങ്കിൽ, 2/3 VCC ഹൈ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ട്രിഗർ വാല്യൂ കുറവാണെങ്കിലാണ് ഹൈ ആവുക. ട്രിഗർ വാല്യൂ കുറവായിരിക്കും, കാരണം ട്രിഗർ വാല്യൂ നമ്മൾ നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് പോസിറ്റീവ് ആണോ കൂടുതലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലോട്ട് കൊടുത്തിരിക്കുന്ന കമ്പാരേറ്ററിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനലിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കമ്പാരേറ്ററിൽ പോസിറ്റീവ് ടെർമിനലിലോട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ ഹൈ എങ്കിൽ അത് 1 ഉണ്ടാവും. ഇവിടെ ഇതാണ് ഹൈ എങ്കിൽ ഇവിടെ 1. അപ്പൊ ഇവിടെ ത്രെഷോൾഡ് ഹൈ ആണെങ്കിൽ 1, ഇവിടെ ട്രിഗർ ലോ ആണെങ്കിൽ 1. This is a flip-flop. Flip-flopന്റെ ട്രൂത്ത് ടേബിൾ ആണിത്. SR and R സെറ്റും പ്രീസെറ്റും, അതാണ് S ഉം R ഉം. 0 ആണെങ്കിൽ QN പറഞ്ഞു വെച്ചാല് QN ഏതായിരുന്നു പണ്ടത്തെ സ്റ്റേറ്റ് അത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ സ്റ്റേറ്റും. ഓക്കെ, അപ്പൊ 0 1 ആണെങ്കിൽ 0 and 1 0 ആണെങ്കിൽ 1 1 1 ആണെങ്കിൽ ഇൻവാലിഡ്. ഓക്കെ, 0 ആണെങ്കിൽ അത് റീസെറ്റ്, 1 ആണെങ്കിൽ 0 ആണെങ്കിൽ റീസെറ്റ്, 1 ആണെങ്കിൽ അത് സെറ്റ്. ഓക്കെ, അപ്പൊ ത്രെഷോൾഡ് വാല്യൂ കുറവാണെങ്കിൽ 2/3 ഫസ്റ്റ് കമ്പാരേറ്റർ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് കമ്പാരേറ്റർ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാല് ആറിലേക്ക് കൊടുക്കുന്നത് 0 ആയിരിക്കും, അതേപോലെ എസിലേക്ക് കൊടുക്കുന്നത് 0 ആയിരിക്കും. അപ്പൊ 0 0 വരുമ്പോ ഔട്ട്പുട്ട്. അപ്പൊ ഇനി ഓരോ കേസും പറയാം, ഓരോ കേസിൽ എങ്ങനെയാ വരുന്നുള്ള രീതിയിലുള്ളത്. S = 1 വരുമ്പോ R = 1 വരുമ്പോ, അതേപോലെ S = 0 വരുമ്പോ R = 0 വരുമ്പോ, അങ്ങനെ ഓരോ 4 കേസസും നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് ക്യൂബാർ ആണ് നമ്മൾ എന്ത് ഔട്ട്പുട്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ഈസ് ഇൻവേർട്ടിംഗ് പവർ ആംപ്ലിഫയർ. അപ്പൊ ക്യൂബാർ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ക്യൂബാർ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം ഔട്ട്പുട്ടിൽ എന്താണോ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിന്റെ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ക്യൂബാർ 0 ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതുപോലെ ക്യൂബാർ 1 ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. റീസെറ്റ് പിൻ ഉണ്ട്, റീസെറ്റ് ഇത് ചെയ്യാനായിട്ട് ലോജിക് 0 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പറ്റും.